ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും നമ്മൾ 3 ഫേസ് DB വെച്ച്, അതായത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് 3 ഫേസ് കണക്ഷൻ എടുത്താൽ മതി. സിംഗിൾ ഫേസ് തന്നെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും 3 ഫേസ് DB വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പൈപ്പ് ലൈൻ കാര്യങ്ങൾ എങ്ങനെയാണ്, അതുമാത്രമല്ല ഓരോ റൂമിലേക്ക് സെപ്പറേറ്റ് പൈപ്പുകൾ എങ്ങനെയാണ്, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം, ഇൻഡക്ഷൻ കറണ്ട് നമുക്ക് എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 3 ഫേസ് DB ആണ് കൊടുത്തിരിക്കുന്നത്. അത് 6 വേ DB, അതായത് ഒരു ഫേസിന് 6 MCB വെച്ചിട്ട് വരുമ്പോൾ 6 3 18 സർക്യൂട്ട് കിട്ടാവുന്ന രീതിയിലുള്ള DB ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതായത് 18 MCB ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. DBയിൽ നിന്ന് നേരെ വരുന്ന പൈപ്പുകൾ നമ്മൾ എല്ലാം കൊണ്ടുപോയിരിക്കുന്നത് ഓരോ റൂമിലേക്കാണെങ്കിലും സെപ്പറേറ്റ് കൊണ്ടുപോയിരിക്കുന്നത് ജംഗ്ഷൻ ബോക്സുകൾ വെച്ചിട്ടാണ്. അതായത് PVC ബോക്സുകൾ, 6x4 PVC ബോക്സ്, 4x4 PVC ബോക്സ്. പിന്നെ നമ്മൾ ഈ പൈപ്പ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടു, ഈ പൈപ്പ് പോകുന്ന സ്ഥലങ്ങളിലാണ് ഈ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സ് വെക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെയാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ബോക്സ് വെച്ച് തന്നെ ചെയ്യണം. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ പൈപ്പ് മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ബോർഡാണ് അത് നമ്മുടെ ലൈറ്റുകൾ കാര്യങ്ങൾ ഡ്രില്ല് ചെയ്ത് അവിടെ ഉറപ്പിക്കുന്ന സമയത്ത് പൈപ്പിൽ കയറാനും പൈപ്പിൽ ഉള്ള സർക്യൂട്ട് കട്ടാവാനും സർക്യൂട്ട് ട്രിപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈപ്പ് കൊണ്ടുപോകുന്ന ഏരിയകളിൽ നമുക്ക് ലൈറ്റ് പോയിന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ജംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യണം. 4x4 അല്ലെങ്കിൽ 6x4 ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ലിവിങ് ഏരിയ, നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി വരുന്ന ലിവിങ് ഏരിയയാണ് വരുന്നത്. ഇവിടേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആ DBയിൽ നിന്ന് സൈഡിൽ നിന്ന് കാണുന്ന ആ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് നേരെ ബാക്ക് തുളച്ച് അത് വന്നതിന് ശേഷം ഫ്രണ്ടിൽ കാണുന്ന ഈ 18 മോഡലിൻ്റെ ബോക്സിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ നമ്മളോട് 4x4 PVC ബോക്സ് കൊടുത്തു. കാരണം അവിടെ ട്യൂബ് ലൈറ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മളവിടെ 4x4 PVC ബോക്സ് കൊടുത്തു. നമുക്ക് എവിടേക്കാണോ ലൈറ്റ്സ് ഉള്ളത് ആ ലൈറ്റുകൾ പോകുന്ന ഏരിയകളിൽ 4x4 കൊടുത്ത് ക്ലിയർ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം അത് മാത്രമല്ല, നമുക്ക് പൈപ്പിൻ്റെ എണ്ണം നമുക്ക് മാക്സിമം കൂട്ടി ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ കാലത്തൊക്കെ ലൈറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇൻഡക്ഷൻ കറണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് LED ഉപയോഗിക്കുന്ന സമയത്ത് ഇൻഡക്ഷൻ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് LED ബൾബുകൾ തെളിഞ്ഞു നിൽക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൈപ്പുകൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുക്കണം. കാരണം ടൈറ്റ് ചെയ്ത് വയർ വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്നും അടുത്ത റൂമിലേക്ക് 1 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സർക്യൂട്ട്, അതായത് നമ്മൾ പറഞ്ഞ ജംഗ്ഷൻ ബോക്സുകളിൽ നിന്ന് നേരെ വരുന്നത് കണ്ടോ, ഇതിൻ്റെ അകത്തേക്ക് വന്ന് 1 ഇഞ്ച് ഡയറക്റ്റ് കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ റൂമിലേക്കുള്ള സർക്യൂട്ട് കൊണ്ടുവന്നു. ഇങ്ങനെ എത്ര റൂമുകളുണ്ടോ ആ റൂമിലേക്ക് എല്ലാം തന്നെ സെപ്പറേറ്റ് പൈപ്പുകൾ കൊണ്ടുവന്നിട്ട് മെയിൻ ഹാളിലാണ് നമ്മൾ ഈ വരുന്ന DB വരുന്നതെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന പൈപ്പുകൾ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 4-5 പൈപ്പുകൾ കൊണ്ടുപോകുന്നു. 1 ഇഞ്ച് പൈപ്പ് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പോൾ അടുത്ത റൂമിലേക്ക് ഇതുപോലെ തന്നെ നമ്മൾ ബോക്സിലേക്ക് വന്നു, അതിൻ്റെ ബാക്ക് തുളച്ച് നേരെ അപ്പുറത്തെ റൂമിലേക്ക് എടുത്തു. അപ്പോൾ ആ റൂമിൻ്റെ സർക്യൂട്ടായി. പിന്നെ തൊട്ടപ്പുറത്തെ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ സർക്യൂട്ടുമായി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത്, അതായത് സ്വിച്ച് ബോർഡുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് നമ്മുടെ DB വഴി അല്ലാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്ന ലീഡുകൾ എന്തെങ്കിലും ഒരു ആവശ്യമോ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്തുള്ള വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുന്ന സമയത്താണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് വയർ വലിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വയറിങ് ചെയ്യുന്ന സമയത്ത് 4x4 PVC ബോക്സ് വെച്ച് ക്ലിയർ ചെയ്ത് കൊണ്ടുപോവുക. ഒരിക്കലും മറ്റേ ജംഗ്ഷൻ വെക്കരുത്. 1 ഇഞ്ച് ഒരു പൈപ്പ് കയറുന്ന ജംഗ്ഷനുകളൊന്നും വെക്കരുത്. അത് ടൈറ്റായി ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് എന്ന് പറഞ്ഞാൽ 4x4 PVC വൺ സൈഡ് തന്നെ 1 ഇഞ്ച് പൈപ്പ് ആണെങ്കിൽ നമുക്ക് 3 എണ്ണം കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 6x4 PVC ബോക്സ് വയ്ക്കണമെങ്കിൽ വൺ സൈഡ് നമുക്ക് 1 ഇഞ്ച് പൈപ്പ് കൊടുക്കുകയാണെങ്കിൽ 25 mm കൊടുക്കുകയാണെങ്കിൽ 5 പൈപ്പ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പൈപ്പുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ ബോക്സുകൾ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈപ്പുകളുടെ എണ്ണം നമുക്ക് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കറണ്ട് നമുക്കൊരു പരിധി വരെ ഒരു 90% ഇൻഡക്ഷൻ കറണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പൈപ്പുകളിലൂടെ ലാവിഷായിട്ട് നമുക്ക് വയർ വലിക്കാൻ എളുപ്പമായിരിക്കും. ഏത് സെക്ഷനിൽ വേണമെങ്കിലും, ഇനി താമസം കാര്യങ്ങൾ കഴിഞ്ഞാൽ കൂടിയും സെപ്പറേറ്റ് ഒരു AC സർക്യൂട്ടോ എന്തെങ്കിലും സർക്യൂട്ടോ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ജംഗ്ഷൻ ബോക്സുകൾ അഴിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ DBയിലേക്ക് വയർ വലിക്കാനും സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന എല്ലാവരും തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഫ്രണ്ട്സ്, ലൈക്ക് കൂടി ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.